വെൽക്കം ടു ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് VIP ചാനലിൽ എങ്ങനെയാണ് ചില ആൾക്കാർ പ്രോഫിറ്റിലും ചില ആൾക്കാർ എപ്പോഴും ലോസിലും നിൽക്കുന്നത്, അതിന്റെ ഒരു കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ വന്നിട്ടുള്ള ക്ലയൻസുകൾ ഞാൻ ഇത്രയും കാലത്ത്, അതായത് ഒരു ജനുവരി തൊട്ടിട്ടാണ് നമ്മൾ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും നാള് വന്നിട്ടുള്ള ക്ലയൻസുകളിലൊക്കെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിച്ചതിന്റെ ബേസിൽ അവരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 4 തരത്തിലുള്ള കാറ്റഗറി ആയിട്ടാണ് ഞാൻ അവരെ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള നല്ല ഫണ്ടും അതുപോലെ തന്നെ മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ക്ലയൻസ് ആണ്. അവർ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് കുറച്ച് നന്നായിട്ട് തനിയെ ട്രേഡ് ചെയ്യാനും ഒക്കെ അറിയുന്ന തരത്തിലുള്ള കാറ്റഗറി ആയിട്ടുള്ള ക്ലയൻസ് ആണുള്ളത്. പിന്നെ രണ്ടാമത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ജസ്റ്റ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജസ്റ്റ് ഒരു 10 ടിപ്സ് മാക്സിമം ഒരു 20 ടിപ്സിന് മാത്രം വെയിറ്റ് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള തരത്തിലുള്ള ക്ലയൻസ് നമുക്കുണ്ട്. മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TP2 തൊട്ട് ഒരു 100 ടിപ്സ്, ഒരു 50 to 100 ടിപ്സിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള തരത്തിലുള്ള ക്ലയൻസുകൾ നമുക്കുണ്ട്. നാലാമതായിട്ടുള്ള ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു രീതിയിലും നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാതെ സിസ്റ്റമാറ്റിക്കലി ഒരു കാര്യം സിസ്റ്റമാറ്റിക്കലി ചെയ്യാതെ തോന്നുന്ന രീതിയിൽ ട്രേഡ് എടുക്കുന്ന തരത്തിലുള്ള ആൾക്കാർ. അപ്പൊ ഈ ഒരു 4 കാറ്റഗറിയാണ് പൊതുവെ നമ്മളുടെ ഒരു ക്ലയൻസിലുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവരിൽ ആർക്കാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക, ആരാണ് എപ്പോഴും ലോസിൽ നിൽക്കുക, ആർക്കാണ് എപ്പോഴും ലോസ് റിക്കവർ ചെയ്യാൻ സാധിക്കാത്തത്, എന്തുകൊണ്ടാണ് അവർ ലോസിലേക്ക് പോകുന്നത്, എപ്പോഴും അവർ ട്രേഡിങ്ങിൽ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്, ഈ ഒരു കാര്യം ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലയൻസിന്റെ കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ തന്നെ എൻ്റെ കുറച്ച് ഓൺ എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും എന്റെ സിഗ്നൽ പ്രകാരം ഞാൻ കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഗോൾഡിലാണ്. അതും ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ സിഗ്നൽസ് ആണ് കൊടുക്കുന്നത്. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി പ്രോഫിറ്റ്, അതായത് ഒരു ദിവസത്തിനുള്ളിൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഒരു 6:30 തൊട്ട് ഒരു 11:30 വരെയുള്ള ടൈമിലാണ് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തിട്ട് ഇന്ന പോയിന്റിൽ ബൈ ഇന്ന പോയിന്റിൽ സെല്ല് അങ്ങനെ ഒരു രീതിയിലല്ല നമ്മൾ ട്രേഡിംഗ് എടുക്കുന്നത്. നമ്മൾ ചാർട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എൻട്രി വരുമ്പോൾ മാത്രമാണ് നമ്മൾ സിഗ്നൽസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെലഗ്രാം ത്രൂ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ആൾക്കാർ, നമ്മൾ പല ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഇതിൽ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ലോങ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നമ്മളൊരു 200 ഒരു നമ്മളുടെ ഓവറോൾ ഒരു സിഗ്നലിന്റെ ഒരു പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു വീക്ക്ലി നമുക്കൊരു 3 സിഗ്നൽസ് എങ്കിലും ഒരു TP4, അതായത് നമുക്ക് TP4 വരെയാണ് നമ്മൾ ടാർഗറ്റ് വെക്കുക. TP4 കഴിഞ്ഞ് എക്സ്ട്രാ പിപ്സ് കൂടി പോകുന്നതായിട്ട് കാണാറുണ്ട്. ഒരു 3 സിഗ്നൽസ് എങ്കിലും വീക്കിലി അങ്ങനെ പോവാറുണ്ട്. ചില സിഗ്നൽസ് കംപ്ലീറ്റ്ലി ടോട്ടലി ലോസ് ആയിട്ട് ഒരു സിഗ്നലൊക്കെ പോവാറുണ്ട് ഒരു വീക്ക് എടുത്തു കഴിഞ്ഞാൽ. മറ്റു ഒരു 5 സിഗ്നൽ ആയിരിക്കും നമുക്ക് ഒരു വീക്കിൽ ഉണ്ടാവുക. വേറൊരു സിഗ്നൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 50-60 പിപ്സിന് ശേഷം ലോങ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് SL ഹിറ്റ് ആയി പോകുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഒരു സിഗ്നലിന്റെ ആക്യുറസി കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഒരിക്കലും ഒരു 100% ആക്യുറേറ്റ് ആയിട്ട് എല്ലാ ദിവസവും TP4ഉം അതിന് മേലെയുള്ള സിഗ്നൽസ് അങ്ങനെ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും അതിലൊരു ലോസിന് ഇത്ര പെർസെന്റേജ് ഉണ്ട്. അപ്പൊ ആ ലോസ് ഒരു വീക്ക് എടുത്താലോ ഒരു മന്ത് എടുത്താലോ അത് എങ്ങനെ പോയാലും അത് സംഭവിച്ചേ തീരുള്ളൂ. അപ്പൊ ആ രീതിയിൽ അത് സംഭവിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആർക്കാണ് എപ്പോഴും നല്ല പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും ലോങ് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നമ്മുടെ ട്രെയിലിംഗ് SLs ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കറക്റ്റ് SLും വെച്ച് ലോങ് ഹോൾഡ് ചെയ്ത് ഇരിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും ഓവറോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല പ്രോഫിറ്റ്, കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത്രയും പ്രോഫിറ്റിലേക്ക് പോവുക. കാരണം ചിലപ്പോൾ ഒരു 50 പിപ്സ് ഹിറ്റ് ആയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സിലേക്ക് വരാം. അപ്പൊ അവിടെ അവർ സ്ട്രഗിൾ ചെയ്യാണ്. വീണ്ടും അതൊരു 50 പിപ്സിലേക്ക് വീണ്ടും റിട്ടേൺ വന്ന് വീണ്ടും പല രീതിയിൽ മൈനസിലേക്കും പോസിറ്റീവിലേക്കും ഒക്കെ പോയതിനു ശേഷമാണ് അവർക്ക് ആ വലിയ പ്രോഫിറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ TP4 ഹിറ്റ് ആയിട്ടുള്ള ഒരു സിഗ്നൽ ആണെങ്കിൽ എങ്ങനെയായാലും ഒരു 100 പിപ്സ് അല്ലെങ്കിൽ ഒരു 200 പിപ്സ് ഒക്കെ എക്സ്ട്രാ പോകാറുണ്ട്. നമുക്കൊരു ഒരു 700 പിപ്സ് വരെയൊക്കെ പോയിട്ടുള്ള ഒരുപാട് സിഗ്നൽസ് നമ്മളുടെ VIP എക്സ്പീരിയൻസിൽ നമുക്കുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ക്ലയൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വീക്ക്ലി ഒരു 3 നല്ല ട്രേഡ്സ് 3 നല്ല ട്രേഡ്സ് കിട്ടിയാൽ തന്നെ അവർക്ക് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോഫിറ്റ്, അവരെപ്പോഴും നല്ല ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കും.
അല്ലാതെയുള്ളവർ ഇപ്പം ഒരു 10 പിപ്സ് 20 പിപ്സ് ആൾക്കാർ, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിഗ്നൽസ് അവരൊരിക്കലും ഓവറോൾ പ്രോഫിറ്റിൽ നിൽക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം അവർ ബിഗിനേഴ്സ് ആണ്, അവർക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല, അവർക്ക് പേടിയാണ്, വളരെയധികം ഭയമാണ് അവർക്ക് ഈ ട്രേഡ് എടുക്കുമ്പോൾ മുതലുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 10 പിപ്സ് വരുന്ന അല്ല ഒരു 20 പിപ്സ് വരുമ്പോഴത്തേനും അവർ പ്രോഫിറ്റ് കട്ടാക്കിയിട്ട് പോവാണ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ ഒരു 5 സിഗ്നൽ ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ ചിലപ്പോൾ ഒരു 20 പിപ്സ് പോലും പോവാതെ ആയിരിക്കാം ടോട്ടൽ ലോസിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ എസ് എൽ വരുന്നത് ഒരു 10 to 15 നമ്മുടെ എസ് എൽ എപ്പോഴും വരുന്നത്. അപ്പൊ ഒരു 4 സിഗ്നൽ ഒരു 10 പിപ്സ് 20 പിപ്സ് എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്കൊരു 60-70 പിപ്സ് നമുക്ക് അവിടെ ആവുന്നുള്ളൂ. അപ്പൊ ഒരു സിഗ്നൽ അത്ര പോലും പോകാതെ ലോസിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഓവറോൾ ലോസിലായിരിക്കും അവർ നിൽക്കുക. അവർക്കത് ഒരിക്കലും റിക്കവർ ചെയ്തെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാർ എന്ന് പറയുമ്പം ഒരു 50-70 അല്ലെങ്കിൽ ഒരു 100 പിപ്സിനുള്ളിലാണ്. അവർക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ആവറേജ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പൊ അവരൊരു 50 പിപ്സ് അല്ലെങ്കിൽ ഒരു 40 പിപ്സ് എടുക്കുന്നുള്ളൂ എങ്കിലും 4 സിഗ്നലിൽ ഒരു 40 പിപ്സ് അല്ലെങ്കിൽ ഒരു 50 പിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഫിറ്റിലായിരിക്കും അവർ ഓവറോൾ നിൽക്കുന്നുണ്ടാവും. ഒരു 70-80 പിപ്സ്, അതായത് ഒരു 60 to 100 പിപ്സിനുള്ളിൽ പ്രോഫിറ്റ് എടുക്കുകയാണ് എങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരുപാട് സ്ട്രഗിളും ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ അവർക്ക് ഒരു ട്രേഡ് പോയിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു ആവറേജ് പ്രോഫിറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിനുശേഷമുള്ള ആൾക്കാർ, അതിനുശേഷം വരുന്ന ഒരു കാറ്റഗറി ആൾക്കാരാണ്, ആ ടൈപ്പ് ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും നമ്മളൊരു VIP ചാനൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർ ഫോളോ ചെയ്യാറില്ല. കാരണം അവർക്ക് അവരുടേതായ കുറെ കാര്യങ്ങളും സെറ്റപ്പുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ VIP ജോയിൻ ചെയ്താൽ പോലും അവർ നമ്മുടെ സിഗ്നലിനെ അത്രയ്ക്കേറെ ട്രസ്റ്റ് പോലും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പോലും അവരെ ഫോളോ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് മാർക്കറ്റിൽ ഒരു എടുത്തു കഴിയുന്ന പാടെ തന്നെ അവർക്ക് മൈനസിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പത്തേനും അവർ ഭയങ്കര അധികം റേസ് ആവുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തോന്നുന്ന പോലെ ട്രേഡ് എടുക്കുക, ചില ദിവസം ട്രേഡ് എടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഓവറായിട്ട് ഇടുന്നുണ്ട്. ഇന്ന് എടുക്കുന്ന ലോട്ട് സൈസ് ആയിരിക്കില്ല നാളെ എടുക്കുന്നത്. അപ്പൊ ഇന്ന് കുറച്ച് പ്രോഫിറ്റ് കിട്ടി നാളെ ഒരു കോൺഫിഡൻസ് കൂടുതൽ വന്നു ഓവർ ലോട്ട് സൈസ് എടുത്തിട്ട് അവർ തോന്നിയ പോലെ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് നേടാൻ പറ്റില്ല. അവർക്ക് എപ്പോഴും ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ലോസുകളാണ് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ചില സമയത്ത് പേടിച്ചിട്ട് കട്ട് ചെയ്യുന്നു, ചില സമയത്ത് ആവശ്യമില്ലാതെ വെയിറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും കൊടുക്കുന്നത് എല്ലാവർക്കും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും കൊടുക്കുക. ഇപ്പൊ സേഫ് ട്രേഡേഴ്സ് ആണ്, അവരവർക്കാണ് അറിയുക, ക്ലയൻസുകൾക്കാണ് അറിയുക എങ്ങനെയാണ് എൻ്റെ ഒരു ട്രേഡിംഗ് ഗോൾ എന്നുള്ളത്. അപ്പൊ അതിപ്പോ ഞാൻ സേഫ് ട്രേഡർ ആണ് എങ്കിൽ നമ്മളൊരു ട്രേഡിംഗ് എസ് ഒരു 50 പിപ്സിനൊക്കെ ശേഷം വെക്കാൻ പറയുമ്പോൾ ക്ലയൻസ് ആണ് ഡിസൈഡ് ചെയ്യേണ്ടത്, എനിക്ക് ഇത്ര പിപ്സ് മതി, ഞാൻ ട്രേഡിംഗ് വെക്കണോ, എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്ന് ഓരോ ക്ലയൻസുമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലയൻസിന്റെ ഡിസിഷൻ അനുസരിച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ ഒരാൾക്ക് വേണ്ടുന്നത് ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ല. നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇംപ്രൂവ് ചെയ്യേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും നമ്മുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു മിനിമം ഒരു ട്രേഡർക്ക് ഫസ്റ്റ് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് പേഷ്യൻസ് ആണ്. കാരണം ട്രേഡ് എടുക്കുന്ന പാടെ തന്നെ ക്ലയൻസ് ഇപ്പോൾ ഒരു 1-2 പോയിന്റ്സ് നെഗറ്റീവിലേക്ക് പോകുമ്പോഴത്തേനും എനിക്ക് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട്. ഇതിപ്പോ ഡൗൺ ആവുമോ, അല്ലെങ്കിൽ ഇതിപ്പോ കയറുമോ, ഇതിപ്പോ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ മൈനസിലേക്ക് പോകും അല്ലെങ്കിൽ പോസിറ്റീവിലേക്ക് പോകും, ഏതിലേക്ക് വേണമെങ്കിലും പോകും. നമ്മളുടെ ആ ഒരു റിസ്കിനെ മാനേജ് ചെയ്യാനാണ് നമ്മൾ SL അവിടെ വെക്കുന്നത്. പക്ഷെ ഒന്നെങ്കിൽ SL അല്ലെങ്കിൽ ടാർഗറ്റ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കാനായിട്ട് പലർക്കും സാധിക്കാറില്ല. ഒരു തവണ ഒരു ചെറിയ മൈനസിലേക്ക് പോകുമ്പോഴേക്കും അവരാകെ ടെൻഷനാണ്, ചിലപ്പോൾ അവരായിട്ട് തന്നെ സ്വന്തമായിട്ട് ട്രേഡ് ക്ലോസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് പോകാനാണ്. അപ്പൊ ഒരു ട്രേഡർക്ക് മിനിമം ആദ്യം വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഒരു പേഷ്യൻസ് ഒട്ടുമില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും റിസ്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുക? കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക് ആണ്. എന്നിട്ട് അവരവരുടെ ഇഷ്ടത്തിനും സൗകര്യങ്ങൾക്കും അനുസരിച്ച് ചെയ്യുകയും അതിൽ ലോസ് വരുമ്പോഴത്തേനും വളരെ രീതിയിൽ ഇതാവുകയും ദേഷ്യപ്പെടുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് അവർ പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മൾ ഒരു മെന്റൽ
കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ മാർക്കറ്റിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കറക്റ്റ് നമുക്ക് എത്ര TP ആണോ വേണ്ടുന്നത് അത് സെറ്റ് ചെയ്ത് വെക്കുക, കറക്റ്റ് SL സെറ്റ് ചെയ്തിട്ട് അധികം മാർക്കറ്റിലേക്ക് വാച്ച് ചെയ്യാനായിട്ട് പോകണ്ട. നമ്മുടെ VIP ചാനൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും നാളത്തെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാലും, ഒരു ഓവറോൾ ഒരു വീക്ക് എടുത്താലും, ഓവറോൾ ഒരു മന്ത് എടുത്തു കഴിഞ്ഞാലും, എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരിക്കലും ഓവറോൾ ഒരു ലോസിലേക്ക് പോയ ഒരു മാസം നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും നാളത്തെ ഒരു ഇതിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ക്ലയൻസ് നമ്മളോട് ചോദിക്കും, ഇത് ആർക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത്, എനിക്കിത് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എങ്ങനെയാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്, എവിടെയാണ് പ്രോഫിറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു എക്സാക്ട് റീസൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ ട്രേഡിംഗ് ചാനലിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ മിനിമം അവർക്കൊരു ബേസിക് നോളജ് എങ്കിലും ഒരു മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. കാരണം ഒരിക്കലും ഒരു 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോ സിഗ്നൽസോ എപ്പോഴും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിൽ ഇരിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയും, ഇപ്പൊ നമ്മളൊരു $100 ഇട്ടിട്ടാലും നമുക്ക് നമ്മുടെ സിഗ്നൽസ് എടുക്കാനായിട്ട് സാധിക്കും, 0.01 ലോട്ട് സൈസിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും 0.01 ലോട്ട് സൈസ് ഇട്ടിട്ട് മിനിമം ഒരു 50 to 60 പിപ്സ് എങ്കിലും നമ്മളുടെ ട്രേഡിൽ ആ ഒരു ഒറ്റ ട്രേഡിൽ തന്നെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു മെന്റൽ കപ്പാസിറ്റി അവരവർ തന്നെ ബിൽഡ് ചെയ്തെടുക്കണം. കാരണം അത് നമുക്ക് ആർക്കും പ്രൊവൈഡ് ആർക്കും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് അവരവർ തന്നെ ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ മൈൻഡ് സെറ്റ് നല്ലതല്ല എങ്കിൽ, നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒന്നും നമുക്ക് നല്ലതല്ല എങ്കിൽ, നമ്മൾ എത്ര 100% ആക്യുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് എപ്പോഴും കൊടുത്താൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കാനായിട്ട് സാധിക്കില്ല. അതൊരു റിയാലിറ്റിയാണ്. ട്രേഡിങ്ങിൽ എപ്പോഴും എല്ലാവരും പരാജയപ്പെടുന്നതും ആ ഒരു മേഖലയിലാണ്. അപ്പൊ നമ്മളുടെ മൈൻഡ് സെറ്റ് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതും കറക്റ്റ്. നമ്മളൊരു സിഗ്നൽ ഒരാളെ ആരെയാണെങ്കിലും, ഇപ്പൊ എന്റെ സിഗ്നൽസ് ആയാലും വേറൊരാളുടെ സിഗ്നൽസ് ആയാലും, നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ട്രസ്റ്റ് ചെയ്യുകയും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് അവനവൻ ആപ്റ്റ് ആയിട്ടുള്ള ഏതാണോ എന്റെ ഇൻസ്ട്രക്ഷൻ അത് കറക്റ്റ് ഫോളോ ചെയ്യുകയും ചെയ്ത് സിസ്റ്റമാറ്റിക്കലി ട്രേഡ് എടുത്തു പോയാൽ മാത്രമേ നമുക്ക് ഈ ട്രേഡിങ്ങിൽ സക്സസ് ആകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $100 ഇട്ട് 0.01 ലോട്ട് സൈസിൽ എപ്പോഴാണോ നമ്മൾ ഒരു 60 to 70 പിപ്സോളം നമുക്ക് ഒരു ട്രേഡിൽ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയും ഒരു മെന്റൽ കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാകുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ നമ്മുടെ ലോട്ട് സൈസ് കൂട്ടാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ സ്വന്തമായിട്ട് സ്ട്രാറ്റജികളൊക്കെ ഉള്ള ആളുകളുണ്ട്. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നലിന് പോയാലും അവർക്ക് തനിയെ റിക്കവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒരു സിഗ്നലിനെ നമുക്ക് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഡെയിലി ഒരു സിഗ്നൽ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ റിക്കവറി സിഗ്നൽ പോലും പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതാണ്, ഒരെണ്ണം ലോസ് ആയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്കത് റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ ആവശ്യമില്ലാത്ത എൻട്രികളൊക്കെ എടുക്കാറുണ്ട്. ഒരു തവണ പോയി എങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ നമുക്ക് ബാലൻസ് ആകുന്നില്ല, നമ്മൾ ആകെ ടെൻസ്ഡ് ആണ് എങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് തന്നെ പൊയ്ക്കോളുക. നമ്മൾ അവിടെ റിക്കവറിക്ക് പോലും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അത്രയും നമ്മൾ അപ്സെറ്റ് ആണ് എങ്കിൽ നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ നമുക്ക് ലോസിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ തുടങ്ങിയാൽ മതി. നമ്മൾക്ക് മെന്റലി ഓക്കെ അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ചെറിയ ഒരു മിനിമം ലോട്ട് സൈസിൽ തന്നെ നമ്മളുടെ മൈൻഡ് സെറ്റ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയും പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കാനായിട്ടുള്ള ഒരു ഇതുകൂടി കാണിക്കുക. കാരണം സ്വന്തമായിട്ട് മാർക്കറ്റ് കൂടുതൽ വാച്ച് ചെയ്തിരിക്കുക. വാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മാർക്കറ്റിനെ കുറിച്ച് അതിന്റെ ഒരു പാറ്റേണിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടുക. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മളുടെ സൊസൈറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കുറെ തോട്ട്സുകളായിരിക്കും. നമുക്കിപ്പൊ തന്നെ ഭയങ്കര അധികം കോടീശ്വരരാകാം, നമ്മുടെ കടബാധ്യതകളൊക്കെ വീട്ടാം, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടോട് കൂടിയായിരിക്കും പലരും ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് വളരെ വേഗത്തിൽ സാധിച്ചെടുക്കാനായിട്ട് കഴിയില്ല. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ട്രേഡിങ്ങിൽ അവനവന്റേതായ തന്നെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിനു മുൻപ് തന്നെ നമ്മൾ ആ ഒരു നമുക്ക് ഉള്ള നമ്മളുടെ എത്രയാണോ സാലറി അതിന്റെ ഒരു ഇത്ര പെർസെന്റേജ് മാത്രമേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചിട്ടും അല്ലെങ്കിൽ ലോണുകൾ എടുത്തിട്ടും ഒന്നും നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പൊ ചെറിയൊരു ലോട്ട് സൈസിൽ ചെറിയൊരു $100 ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആയി എന്ന് മനസ്സിലായതിനു ശേഷം മാത്രം നമ്മുടെ ലോട്ട് സൈസ് കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മൾ ആരെയാണോ ഫോളോ ചെയ്യുന്നത് അവരുടെ സിഗ്നൽസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, അവരുടെ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ ഫോളോ ചെയ്യുക. ഒരുപാട് സിഗ്നൽസ് എനിക്ക് വേണം അല്ലെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് എനിക്ക് വേണം എന്നുള്ള ഒരു തോട്ടിൽ നിൽക്കാതെ സിസ്റ്റമാറ്റിക്കലി ട്രേഡ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം കാര്യങ്ങൾ, ഒരു പേഷ്യൻസും കാര്യങ്ങളും
കാര്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഇത് ബിൽഡ് ചെയ്തെടുക്കണേ നമുക്ക് കുറച്ച് സമയം വേണം. നമ്മൾ പേഷ്യൻസോടുകൂടി നമ്മുടെ സമയം കൂടുതൽ മാർക്കറ്റിൽ വാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ ആ ട്രേഡിനെ അതിൻ്റെതായ വഴിക്ക് വിടുക. കാരണം പോയാൽ നമുക്ക് ഇത്ര കിട്ടും, കിട്ടിയാൽ നമുക്ക് ഇത്ര കിട്ടും, ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ റെഫറൽ ലിങ്കിന്റെ അണ്ടറിലാണ് എങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെയുള്ള ആളുകൾക്ക് മന്ത്ലി $15 ആണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ട്രെയിനിങ് സെഷൻസും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിങ് സെഷൻ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ഒരു സ്ട്രാറ്റജി, നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന രീതിയുമാണ് നമ്മൾ ഇൻഡിവിജ്വൽ സെഷൻസ് ആയിട്ട് ക്ലയൻസിന് കൊടുക്കുന്നത്. ഒരു പെർഫെക്റ്റ് ട്രേഡർ പ്ലസ് ഒരു അനലിസ്റ്റ് ആകുന്നിടം വരെയുള്ള ഒരു സപ്പോർട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഏതിലാണോ ജോയിൻ ചെയ്യേണ്ട അഡ്മിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.